നിങ്ങളറിഞ്ഞോ ആൺകുട്ടികൾക്ക് ഗർഭപാത്രമുണ്ടെന്ന്? വല്ലാത്തൊരു അത്ഭുതം തോന്നി എനിക്കത് കേട്ടപ്പോൾ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആൺകുട്ടികൾക്ക് ഗർഭപാത്രമുള്ളതായിട്ട്? ഏതെങ്കിലും ആൺകുട്ടി പ്രസവിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാരാണ് പറയണമെന്നറിയണ്ടേ? ജാസി. ആ കുണ്ടൻ ജാസി പറയുകയാണ്, എനിക്ക് ഗർഭപാത്രമുണ്ട്. അവനൊരു പുരുഷനാണ്, സ്ത്രീയുടെ വേഷം ധരിച്ച് 2 സിൽക്കോണും വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പുരുഷൻ്റെ കൂടെ തന്നെയാണ് അവൻ്റെ താമസം. ഞാൻ പറയുന്നത് തെറ്റാണ്? നിങ്ങളിത് കാണുന്നതല്ലേ, ഡെയിലി കേൾക്കുന്നതുമാണ് ഈ വീഡിയോ. ആ പുള്ളി പറയുകയാണ്, ആ പുരുഷൻ പറയുകയാണ്, എനിക്ക് ഗർഭപാത്രമുണ്ട്. എവിടെയുണ്ട്? ഇവന് മാത്രം എന്ത് അത്ഭുത സിദ്ധിയാണ്. ദൈവം ഇവന് മാത്രം വരമായിട്ട് കനിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആ ഗർഭപാത്രം. പ്രസവിക്കാൻ വയ്യ, പ്രസവിച്ചാൽ ഗ്ലാമർ പോകും, അതുകൊണ്ടാണ് ഇവൻ പ്രസവിക്കാത്തതെന്ന്. പുരുഷൻ എവിടെയാണ് പ്രസവിക്കുന്നത്? ഒരിക്കലും പുരുഷന് പ്രസവിക്കാൻ പറ്റില്ല. അഥവാ ഇനി പ്രസവിച്ചാൽ തന്നെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയോ എന്തെങ്കിലും ഒരു സിസ്റ്റങ്ങൾ പുതിയതായിട്ട് വരികയോ ചെയ്താൽ ഒരു പക്ഷേ നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിന് ഉറപ്പില്ല, എനിക്ക് ഉറപ്പില്ല പുരുഷന് പ്രസവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. ഇവൻ പറയുകയാണ്, ഇവന് ഗർഭപാത്രമുണ്ട്, ഇവൻ പ്രസവിക്കും എന്ന്. എനിക്ക് ചിരിയാണ് തോന്നിയത്. എന്നിട്ട് ഇവൻ പറയുന്നൊരു ഡയലോഗാണ്, എനിക്ക് ഗർഭമുണ്ടെന്ന്. എല്ലാവരും അവനെ കളിയാക്കുന്നു, പറയുന്നു. ഞാൻ സർജറി ചെയ്തില്ല എന്നുള്ളതിന് എന്താണ് തെളിവ്? നിങ്ങൾ എൻ്റെ തുണി പൊക്കി നോക്കുന്നു. ഇവൻ ചോദിക്കുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് പോയിട്ട് നിങ്ങൾ വസ്ത്രം പൊക്കി നോക്കുമോ, നിങ്ങളുടെ അച്ഛനാണ് ഇത് അമ്മയാണെന്ന് തെളിയിക്കാനായിട്ട് എന്നാണ് ഈ കുണ്ടൻ ജാസി പറയുന്നത്. എടാ നായിൻ്റെ മോനെ, ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഭൂമിയിലിരിക്കുന്നത്. ഒരാണും പെണ്ണും ഇണചേരുമ്പോഴാണ് കുട്ടികളുണ്ടാകുന്നത്. അതിലൊരു കുട്ടിയാണ് ഞാൻ. അല്ലാതെ നിന്നെപ്പോലെ ആണുമല്ല പെണ്ണുമല്ലാത്ത രീതിയിൽ നടക്കുന്ന വ്യക്തികളല്ല ഞങ്ങളാരും. ഞങ്ങൾക്ക് ആരുടെയും തുണി പൊക്കി നോക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായി ഒരു പുരുഷനും സ്ത്രീയും ഇണചേരുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. നിനക്കെങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും? നീ ഒരു പുരുഷനല്ലേ. പുരുഷൻ എങ്ങനെ കുട്ടി ഉണ്ടാവും? എങ്ങനെ ഗർഭപാത്രം ഉണ്ടാവും? നിന്നെ നേരിട്ട് വന്ന് നിൻ്റെ ചെള്ളയ്ക്ക് 4 പൊട്ടിക്കേണ്ടതാണ്. ഓരോ ഫാമിലിയിലെയും ആൾക്കാരുടെ മാതാപിതാക്കളെ നീ അടച്ചാക്ഷേപിച്ചതിന്. ഞാൻ ചോദിക്കട്ടെ, നീ നിൻ്റെ ഉമ്മായും വാപ്പയും തുണി പൊക്കി നോക്കിയിട്ടാണോ നീ മനസ്സിലാക്കിയത് ഇതെൻ്റെ വാപ്പയാണ് ഇതെൻ്റെ ഉമ്മയാണെന്ന്? ആണോടാ വിവരം കെട്ട നായേ? നിനക്ക് വൈറലാവാൻ വേണ്ടി, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിൻ്റെ വായിൽ വരുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ നീ അങ്ങ് തുറന്നടിച്ചങ്ങ് സംസാരിക്കുകയാണ്. നിന്നെ നേരിട്ട് കണ്ട ഒരെണ്ണം ചെകിട്ടത്ത് പൊട്ടിക്കാനാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ട്? നിന്നെ നേരിട്ട് കണ്ടാൽ നിനക്ക് ഒരെണ്ണം ചെകിട്ടത്ത് തരണം. ഈ ഡയലോഗ് നീ പറഞ്ഞതിന് നിനക്ക് എത്ര വിവരമുണ്ട്? നിൻ്റെ കൂടപ്പുറപ്പുകൾ ഇവളെല്ലാം വന്നത് എവിടെ നിന്നാണ്? നിൻ്റെ ഉമ്മാടെ വയറ്റിൽ നിന്നാണ്. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് നീ ഉൾപ്പെടെ ഇന്ന് നിന്ന് പട്ടിയെപ്പോലെ കുരയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ വാപ്പായും ഉമ്മായും ഉള്ളത് കൊണ്ട് നീ അവരുടെയൊക്കെ വസ്ത്രം മൂരി നോക്കിയിട്ടാണോ നീ മനസ്സിൽ കുറിച്ചത് ഇതെൻ്റെ വാപ്പയാണ് ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ പെങ്ങളാണെന്ന്? ആണോടാ കുണ്ടൻ ജാസി? എടാ എന്തിനടാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു ജന്മമായിട്ട് നടക്കുന്നു? നിൻ്റെ ഹോർമോണിങ്ങാണ്, നിനക്ക് ബുദ്ധിമുട്ടാണ്, നിനക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കുമ്പോൾ ഓക്കെ, നീ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തെളിവോടുകൂടി സർട്ടിഫിക്കറ്റോടുകൂടി നീ സമൂഹത്തിൽ ജീവിക്കുക. ആര് വന്ന് ചോദിച്ചാൽ ദേ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഞാൻ ജാസി. ഇപ്പം അന്ന് ജാസി ആയിരുന്നു, ഇപ്പം ഞാൻ ലേഡീസായി പെണ്ണായി ജീവിക്കുകയാണ്. അതിനൊരു അന്തസ്സുണ്ട്. നീ അണ്ടിയും വെട്ടിക്കളയൂല, 2 സിൽക്കോണും വെച്ചും കൊണ്ട് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക? നീ എവിടെയാ പെണ്ണ്? എവിടെയാണ് നീ പെണ്ണ്? ഒരിടത്തും നീ പെണ്ണായിട്ടില്ല. പെണ്ണായാൽ പെണ്ണിൻ്റെ രൂപത്തിൽ നടക്കും. എത്രയോ ആൾക്കാരങ്ങനെ നടക്കുന്നുണ്ട്. അവർ മാന്യമായി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എത്രയോ പേര് പുരുഷനായാൽ നിന്നും പെണ്ണായി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നീ ഒരു കുണ്ടൻ തന്നെയാണ്. നിന്നെ അങ്ങനെ വിളിക്കാനേ പറ്റൂ. ആണും പെണ്ണും കെട്ടൊരു സാധനം നീ ഒരിക്കലും പെണ്ണാവൂല, ഒരു കാലത്തും പെണ്ണാവില്ല. നിനക്ക് എന്താണ് സർജറി പേടിയാ? അങ്ങനെയുള്ളവൻ എന്തിന് പെണ്ണാവാൻ പോയി? നേരത്തെ അറിയണ്ടേ?
ഇപ്പോൾ വെള്ളത്തിലും അല്ല കരയിലും അല്ലാത്ത അവസ്ഥയാണ്. നേരത്തെ നിന്നെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആൾക്കാരെ വേണം പറയാനായിട്ട്. നാണവും മാനവും ഇല്ലാതെ നിന്നെയൊക്കെ പിടിച്ച് ഇതിൽ സെലിബ്രേറ്റ് ആക്കി ഉദ്ഘാടനത്തിന് വിളിക്കും. നീ ഒന്നും വേണ്ട, ഞാൻ ദേ ഇരിക്കുന്നുണ്ടോ? ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ നിൻ്റെ മേക്കപ്പ് എല്ലാം ഊരി വെച്ചിട്ട്, നീ ആഭരണങ്ങളെല്ലാം ഊരി വെച്ചിട്ട് നീ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്താണ്. നീ ആണാണോ പെണ്ണാണോ? ഞാൻ തെളിയിച്ചു തരാം. നീ പെണ്ണുങ്ങളുടെ വസ്ത്രം ഇടരുത്. നീ ഒരു ഷർട്ട് ഇട്ട്, ഒരു പാൻറ്റ് ഇട്ട്, അല്ലെങ്കിൽ ഒരു മുണ്ട് കൊടുത്ത് നീ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ചെയ്താണ്. നീ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ പറയാം. നിന്നെ കണ്ടാലേ പറയും നീ ഒരു പുരുഷനാണ്. നീ എത്ര മേക്കപ്പ് ഇട്ടാലും നീ ആ നടന്നു പോകുന്ന നടത്തയിൽ കറണ്ട പറയും നീ ഒരു പുരുഷനാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നീ ഒരു പെണ്ണാണ്. ഒരിക്കലും ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല. നിനക്കൊരു അമ്മയാവാൻ കഴിയില്ല. നിനക്കൊരു സ്ത്രീയുടെ ഒരു പെരുമാറ്റ രീതിയും നിനക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ഒരു കുഞ്ഞ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നിനക്ക് കിട്ടിയാൽ, നിനക്കതിനെ മാറത്ത് ചേർത്ത് ഉറക്കി അല്ലെങ്കിൽ അതിന് പാലൂട്ടാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. നീ പെണ്ണുങ്ങളെ ഉൾപ്പെടെ അടച്ചാക്ഷേപിക്കേണ്ട ചില സമയങ്ങളിൽ. ഒരമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ടാണ് ആ സ്ത്രീ ആയാലും പുരുഷനായാലും പുറത്തു വരുന്നത്. ഒരാണും പെണ്ണും ഇണചേരുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അല്ലാതെ ആണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവത്തില്ല. ആണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഗർഭപാത്രവും ഉണ്ടാവില്ല. ഇത് ഏത് വാദ്യാരാണ് നിന്നെ പഠിപ്പിച്ചത്? അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. അവർക്കൊരു അവാർഡ് കൊടുക്കണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. നീ പഠിച്ച സ്കൂൾ ഏതാണ്? ഇതാ മരമണ്ട കഴുതേ, നീ ഒന്നീ ആണായിട്ട് ജീവിക്കും, ഇല്ലെങ്കിൽ പെണ്ണാവുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പെണ്ണായിട്ട് ജീവിക്കും. ഇല്ലാതെ നീ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് വായിൽ തോന്നുന്നത് വിളിച്ച് പറയാതെ എവിടെയെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറി ചാപ്പാടടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്ക്. അത് സമയമായി വരുന്നുണ്ടത്. അതോടുകൂടി തീരെ. ഈ സർക്കാർ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറേ കുണ്ടന്മാരിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നുണ്ട് റോട്ടിലും അവിടെ ഇവിടെ. ഇരായുന്നില്ല, പകലുന്നില്ല. കുണ്ടന്മാരുടെ ബഹളം. ട്രെയിനിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്ക്. അവിടെ കുണ്ടന്മാരുടെ ബഹളം. വല്ലാത്തൊരവസ്ഥ തന്നെ ഈ കുണ്ടന്മാരെ കൊണ്ട്. കുറേ മേക്കപ്പ് ഇട്ട് സിൽക്കോണും വെച്ചങ്ങ് ഇറങ്ങിക്കോളും. ഒരു കാര്യമില്ല. അത് ഈ സിൽക്കോൺ വെച്ച് കൊടുക്കുന്നത് ആരെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കുണ്ടന്മാർക്ക്. എന്നിട്ട് അതും എടുത്ത് വെളിയിലിട്ടും കൊണ്ട് ഞാൻ പെണ്ണാണ് 2 സിൽക്കോൺ വെച്ചോടനെ അത് 2 ബ്രസ്റ്റായി അങ്ങ് മാറും. ശരിക്കും മാറിടോ ആവോ സിൽക്കോൺ വെച്ചാൽ ഉടനെ? ഒരു വല്ലാത്തൊരു സംഭവം തന്നെ, പറയാതിരിക്കാൻ വയ്യ. 10 മാസം ചുമന്ന് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴാണ് അവൾ അമ്മയാകുന്നത്. ഞാൻ 3 കുട്ടികളെ പ്രസവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് 2 മകനും 1 മകളും ഉണ്ട്. ആ പ്രസവവേദന എന്താണെന്നും എങ്ങനെയാണ് കുട്ടിയെ നമ്മൾ അത്രയും നാൾ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നും അത്രയും റിസ്ക് എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ആ കുട്ടിയെ പുറത്തെടുക്കുന്നതും നമ്മളതിനെ പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു, അത്രയും കഷ്ടപ്പെട്ട് അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം. നീ അതുകൊണ്ട് ആണായിരുന്നു കൊണ്ട് പെണ്ണുങ്ങളെ അടച്ച് ആക്ഷേപിക്കല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അത് ശരിയല്ല ജാസി. നിൻ്റെ കൂടെ നടക്കുന്ന ഒരു കുണ്ടനുണ്ടല്ലോ, ആഷി എന്ന് പറഞ്ഞു കൊടുത്തേ. അവന് നാണം മാറില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു ചെറുക്കന് നല്ല പെങ്കൊച്ചിനെ കിട്ടുമല്ലോ, നല്ലൊരു ഉമ്മച്ചി കുട്ടിയെ കിട്ടുമല്ലോ ജീവിക്കാനായിട്ട്. ഈ കുണ്ടൻ്റെ കൂടെ നടക്കേണ്ട വല്ല കാര്യമുണ്ട്? അവനൊരിക്കൽ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് എവളെന്നെ പോവാൻ വിടുന്നില്ല, ആനയാ പൂനയാ ചേനയാന്ന്. എടാ നീ ഒരാണല്ലേടാ. നിനക്ക് പോകണമെന്ന് വെച്ചാൽ നിനക്ക് പൊക്കൂടെ? ആ ഉമ്മയുടെ ശാപം, ആ ഉമ്മയുടെ കണ്ണുനീര് എന്തിനാടാ ഈ കുണ്ടൻ്റെ കൂടെ ജീവിക്കുന്നത്? എന്താടാ നിനക്കതുകൊണ്ട് പ്രയോജനം? വൈറലാവാനേ പല കാരണങ്ങൾ കൊണ്ട് വൈറലാവാം. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടും വൈറലാവാം. നിനക്ക് ഇനിയും സമയമൊന്നും വൈകിയിട്ടില്ല കേട്ടടാ ആഷി. നിനക്ക് ഇനിയും ഒരു നല്ലൊരു ജീവിതം കിട്ടും. നീ എവളെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ ഈ ആഷി ജാസിയും കൂടെ? കുണ്ടനാണ്, ആ കുണ്ടൻ പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കിടന്നുറങ്ങാതെ പിന്നെ അടുത്തൊരു ഡയലോഗ്, ഞങ്ങൾ രാത്രി മൊബൈൽ ഉപയോഗിക്കാറില്ലെന്ന്. ഉടനെ വേറൊരു കുണ്ടത്തി. എന്താ പിന്നെന്താ ചെയ്യുന്നത്? ഉണ്ട ചെയ്യുന്ന അവിടെ ഉണ്ട. കുട്ടിയും കോലും കളിക്കുന്നു രാത്രി മൊബൈൽ മാറ്റി വെച്ചിട്ട്. കുണ്ടനും കൂടെ കുട്ടിയും കോലുമാണ് കളിക്കുന്നത്. പിന്നെ അല്ലാതെ എന്താ മണിയറേ ചെയ്യാൻ പറ്റുക? കുട്ടിയും കോലുവേ കളിക്കാൻ പറ്റൂ. 2 കോലുകൾ തമ്മിൽ ഇങ്ങനെ കളിക്കാൻ പറ്റും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മണിയറയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുട്ടിയും കോലും കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും.
അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. അല്ല പിന്നെ എന്ത് പറയാനെന്ന് പറ. അടുത്തൊരു ഡയലോഗ്, ഞാനിനി അന്ന് സിലിക്കോൺ വെച്ചിട്ട് തുണി ഉരിഞ്ഞ് കാണിച്ചതുപോലെ ഇതും തുണി ഉരിഞ്ഞ് കാണിക്കണോ എന്നൊരു ഡയലോഗ്. കാണിച്ച ആൾക്കാർ കല്ല് വാരി എറിയും, അല്ലെ വല്ല തക്കാളിയോ മുട്ടയോ പറക്കി എറിയും. നീ തുണി ഉരി കാണിച്ച അവിടെയും കുട്ടിയും കോലല്ലേ ഉള്ളൂ, വേറെന്തോ ഇരിക്കുന്നത്? കുട്ടിയും കോലുമാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ റോസാപ്പൂ ഇരിക്കുന്നത്? നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അവിടെ റോസാപ്പൂവാണ് ഇരിക്കുന്നത്? എന്താ അത്ഭുത സിദ്ധിയായിട്ട് റോസാപ്പൂ ഉണ്ടാവുമോ അവിടെ? അപ്പോൾ അല്ലാത്ത ജന്മങ്ങൾ തന്നെ. അപ്പോൾ ഇങ്ങനെയും കുറേ അതിശയശാലികൾ, അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ രേണു സുന കുണ്ടൻജാസി ഇവർ രണ്ടുപേരുടെ വീഡിയോ അല്ലാതെ ഇതിനകത്തൊന്നുമില്ല. ഒന്നും അപാരം, പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര അപാരം.